ഹലോ അഥവാ മങ്കി ഡി ലൂഫി. ഇപ്പോൾ നമുക്ക് മങ്കി ഡി ലൂഫി മാറ്റി നമുക്ക് ഓപ്പൺ മൈൻഡർ എന്ന് പറയാം. അപ്പം ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ലെറ്റ്സ് പ്ലേ പാർട്ട് 1 ആണ്. അപ്പം ഇത് ബിഗിനേഴ്സിനും കൂടെ പറ്റുന്നതാണ്. എല്ലാവരും കാണുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് പറയണം. പിന്നെ നമ്മളിപ്പോൾ സർവൈവ് ചെയ്യാനാണ് പോകുന്നത്. നമ്മൾ ഈ പശുവിനെ വെട്ടിക്കൊല്ലണം. കാരണം പശുവിനെ വെട്ടിക്കൊല്ലുമ്പോഴത്തേന് നമുക്ക് ബീഫ് കിട്ടും. ആ ബീഫ് ഇല്ലെങ്കിൽ നമ്മുടെ താഴെ കണ്ടോ ഭക്ഷണം, അവിടെ പ്രശ്നം വന്നിട്ട് നമുക്ക് വിശന്നിട്ട് നമ്മൾ മരിച്ചു പോകും. പിന്നെ ഈ പശുവിനെ കൊല്ലുമ്പോഴത്തേന് നമുക്ക് ലെതർ കിട്ടും. ഈ ലെതർ വെച്ച് നമുക്കൊരു ആർമറും വേണം ഉണ്ടാക്കാം. പിന്നെ നമുക്ക് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ മരം മുറിക്കുക. മരമാണ് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. നമ്മളിപ്പോൾ ഇവിടെ മരം മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതാണെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല, ഇന്നത് കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ നിങ്ങൾക്ക് വേണേൽ പറയാം. അതൊന്നും എനിക്ക് കുഴപ്പമില്ല. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത ലെറ്റ്സ് പ്ലേ പാർട്ട് 2 നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ, നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ബെല്ലൈക്കണി ഓൾ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ കിട്ടുന്നതാണ്. പിന്നെ ഞാൻ ശരിക്കും പരിചയപ്പെടുത്തിയില്ലല്ലോ. എൻ്റെ പേരാണ് ഓപ്പൺ മൈൻഡർ. ഞാനൊരു മൈൻക്രാഫ്റ്റ് പ്ലെയറാണ്. എല്ലാവരും വിചാരിക്കുന്ന പോലെ ഞാൻ വലിയ പ്രോയൊന്നുമല്ല. ഞാനും നിങ്ങളെപ്പോലെ ഒരു തുടക്കക്കാരൻ തന്നെയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വലിയ ഉപകാരമായിരിക്കും. പിന്നെ ആ ചുമല കളർ കാണുന്ന ആപ്പിൾ, ഇതിലും ആപ്പിളൊക്കെ ഉണ്ട്. പിന്നെ ആ കിടക്കുന്നതാണ് സ്റ്റിക്ക്. ഈ സ്റ്റിക്ക് വെച്ചാണ് നമ്മൾ ആക്സ്, പിക്കാക്സ്, സ്വോർഡ് അങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നത്. പിന്നെ ഇതിൽ കുറേ ടൈപ്സ് മോബ്സൊക്കെ ഉണ്ട്. ഇതിൽ സോംബി ഉണ്ട് രാത്രിയിലൊക്കെ. അപ്പം നമ്മൾ നേരത്തെ ഒരു ഷെൽട്ടറൊക്കെ പണിയണം. അപ്പം നമ്മളൊരു സ്ഥലം നോക്കാനായിട്ട് പോവാണ്. നമുക്ക് വീട് പണിയാൻ. ഇതൊരു നല്ല സ്ഥലമാണ്. ഇതേ ഒരു പശു സാറ്. നമുക്ക് ആനങ്ങ് വെട്ടിക്കൊന്നേക്കാം. സുഖമല്ലേ ചേട്ടാ? എന്നാക്കെയുണ്ട് വിശേഷം? വാ ഓക്കെ സാർ. എങ്ങോട്ട് പോയി? അതെയുണ്ട്. അപ്പം പിന്നെ ഈ നിങ്ങളൊരു ചുമല കളറിലെ ഹേർട്ടും പിന്നെ ചിക്കൻ്റെ ലെഗും അതിൻ്റെ താഴെയായിട്ടൊരു പച്ച കളറിലെ സാധനം കണ്ടോ? അതാണ് XP. ഈ XP ഉണ്ടെങ്കിൽ നമുക്ക് എൻചാൻറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ പിക്കാക്സൊക്കെ. എൻചാൻറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്നാ ഇപ്പോൾ പറയുക, നമ്മുടെ ഇപ്പോൾ ഷാർപ്നെസ് ഇപ്പം ഇത്ര ഇതിൽ ഷാർപ്നെസ് ഉള്ളൂ, ഇച്ചിരിയേ ഉള്ളൂ. പെട്ടെന്നൊന്നും മുറിയത്തില്ലോ സാധനങ്ങളൊന്നും. അപ്പം ഈ എൻചാൻറ്റ് ചെയ്യുമ്പോഴത്തേന് ഇതിന് മൂർച്ച ഭയങ്കരമായിട്ട് കൂടും. പിക്കാക്സിൻ്റെ ആയിക്കോട്ടെ, സ്വോർഡിൻ്റെ ആയിക്കോട്ടെ. നമ്മൾ ഈ ഒരു പ്ലേസ് ഇച്ചിരി എംറ്റി ആക്കി എടുത്തിട്ടുണ്ട്. അവിടെ ഷീപ്പുണ്ട്. നമുക്കിവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചൊരു സ്വോർഡ് ഉണ്ടാക്കിയിട്ട് വേണം ഇനി ആ ഷീപ്പിനെ പോയി കൊല്ലാൻ. ഷീപ്പിനെ കൊന്നാൽ നമുക്ക് രാത്രി 3 ഷീപ്പിനെ കൊല്ലണം. 3 ഷീപ്പിനെ കൊല്ലുമ്പം ആ ഒരു വൂള് പ്രൊഡ്യൂസ് ചെയ്യും മരിക്കുന്നതിന് മുമ്പേ. അപ്പം ഈ വൂള് പ്രൊഡ്യൂസ് ചെയ്തിട്ട് പിന്നെ 3 പ്ലാങ്കും വേണം. 3 പ്ലാങ്കും 3 വൂളും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ബെഡ് ഉണ്ടാക്കാം. അപ്പം നമുക്ക് രാത്രിയിൽ മോൺസ്റ്റേഴ്സിനെ ഒന്നും പേടിക്കേണ്ട, എളുപ്പത്തിൽ രക്ഷപ്പെടാം. അത് നമ്മളെ ഉപദ്രവിക്കത്തൊന്നുമില്ല. പിന്നെ വലിയ പ്രോ ഒക്കെ ആണെന്നുള്ള രീതിയിൽ കളിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ വന്ന് എടുത്തോണ്ടങ്ങ് പോവും. ഒന്നും പറയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ കാണുന്ന ഷവല്, പിന്നെ സ്വോർഡ്, പിന്നെ ഞാനിനി പിക്കാക്സ് ഉണ്ടാക്കാൻ പോവാണ്. പക്ഷെ അത് ചെറുതായിട്ട് തെറ്റിപ്പോയി. അപ്പോൾ നമുക്ക് ഇനി പിക്കാക്സ് ഉണ്ടാക്കാം. പ്ലാങ്ക് വേണം. പ്ലാങ്ക് എടുത്തു. ഇനി പിക്കാക്സ് എടുത്തു. ഇനി നമുക്ക് പോയി. ഷീപ്പിനെ കാണുന്നില്ലല്ലോ. ചേടാ, ഇതുമല്ലാത്ത വല്ലാപ്പായല്ലോ. ഇവിടെ ഇല്ല, അവിടെ ഇല്ല. നമുക്ക് അങ്ങോട്ട് നോക്കിയിട്ട് വരാം ഗായ്സ്. പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് യൂട്യൂബർ ആരാന്നും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ. നമുക്ക് ഈ പശുവിനെ കൊല്ലാം. അവിടെ 2 വെട്ടിന് നമ്മളവനെ കണ്ടില്ല അവിടെ കുഴി പെട്ടെന്ന്.
ഇപ്പോൾ വന്നൊരു പച്ച സാധനം കണ്ടില്ലേ, ആ സാധനമാണ് XP. നമുക്കിപ്പോൾ 5 ലെതറും 5 ബീഫും ഉണ്ട്. പിന്നെ എന്താണ്ട് ഇതേണ്ടിരിക്കുന്നു ഷീപ്പ്. വാ പോ. ഓടിവാ കണ്ണ ചാടിവാ പെണ്ണെ. അതേണ്ട് 2 എണ്ണം ഉണ്ട്. നമുക്ക് കോൾ അടിച്ച് ഇനി ഒരെണ്ണത്തിന് എങ്ങോട്ട് പോയി. വാടാമത്തെ. ഊള് കണ്ടോ, ഊളും മീറ്റും ആണത്. ഇപ്പം കണ്ടോണം വൂളിടുന്നവൻ കണ്ടോ, വൂള്. ഇവിടെ ഒന്നും കണ്ടില്ല ആശാന്മാരെ. അതാണ് കുതിര. കുതിരയ്ക്ക് ക്യാരറ്റ് കൊടുത്ത് നമുക്കാണ് കുതിരേനെ നമ്മുടെ ഒരു പെറ്റായിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ പുറത്തൊക്കെ കയറി റൈഡ് ചെയ്ത് സവാരിയൊക്കെ പോയിട്ട് വരാം. സിമ്പിളാണ് അതൊക്കെ. അതുകൊണ്ട് ഒരു കറുത്ത ഷീപ്പിനെ കണ്ടു, പക്ഷെ അത് കറുത്താണ്ട് നമുക്ക് പറ്റത്തില്ല. എല്ലാം ഒരേ കളറിലെ ഷീപ്പിൻ്റെ ഊളാണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. ഇപ്പം നമ്മുടെ 2 ഷീപ്പിൻ്റെ വെള്ള ഷീപ്പിൻ്റെ ഊളും പിന്നെ ഒരു ബ്ലാക്ക് ഊളും ആണുണ്ടെങ്കിൽ നമുക്കങ്ങനെ ഇതാണ് ചിക്കനെ. അപ്പം നമുക്കാണെങ്കിൽ ഒരു ബ്ലാക്ക് ഊളും ഉണ്ടെങ്കിൽ നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി ഒന്നെങ്കിൽ വൈറ്റ് ബെഡ് ഉണ്ടാക്കാൻ ഷീപ്പേ വൈറ്റ് ബെഡ് ഉണ്ടാക്കണ്ടെങ്കിൽ നമ്മളാണെങ്കിൽ വൈറ്റ് കളറിലെ ഷീപ്പിനെ കൊന്ന് അതിൻ്റെ 3 ഊള് നമുക്ക് വേണം. മനസ്സിലായോ? 3 ഊള്. നമ്മുടെ ഊളാണ് അത് 3 എണ്ണം. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് നേരെ നമുക്ക് വീടുണ്ടാക്കാനുള്ള സ്ഥലമാണ് അവിടെ കണ്ടല്ലോ. അതിന് നമ്മൾ പ്ലാങ്കൊക്കെ ഉണ്ടാക്കണം. ഇപ്പം നമ്മൾ ബെഡുണ്ട് ഇപ്പോൾ ക്രാഫ്റ്റ് ചെയ്യാൻ പോവാണ്. ഇനി പ്ലാങ്ക് വേണം. ഒരു പ്ലാങ്കും കൂടെ ആവശ്യമുണ്ട്. നമ്മൾ തടിയെടുത്ത് അങ്ങോട്ട് വയ്ക്കുമ്പോഴത്തേനും പ്ലാങ്ക് വരും. പ്ലാങ്കിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ പ്ലാങ്ക് അങ്ങോട്ട് വരും. ഇതേ ബെഡ് ഇവിടെ ഇടത്തെ സൈഡിലായിട്ട് കണ്ടോ ബെഡ്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ബെഡ് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പം നമുക്ക് ഭക്ഷണം കുറവുണ്ട് കണ്ടോ. ഭക്ഷണം കഴിക്കുമ്പോഴത്തേനും ഹേർട്ട് ഫുള്ളാവും. നമ്മൾ ഇപ്പോൾ ആരെങ്കിലും അടിച്ചാലോ. അതാണ് വുഡൻ പിക്കാക്സ്. അപ്പം നമ്മൾ പിന്നെ ആർക്കെങ്കിലും എൻ്റെ കൂടെ ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ച് വ്ളോഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്തേക്കണേ. നിങ്ങൾക്കെല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നൊക്കെയാണ് കാരണങ്ങൾ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണേ. എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ഒക്കെ ഇടുന്നത്. കൊള്ളാമെങ്കിൽ അടിപൊളിയെന്നും കൂടി ഇട്ട് തരിക കേട്ടോ. ഞാൻ പിന്നെ സുധിയണ്ണൻ്റെ വലിയ ഫാനാണ്. ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പോയി ഇനി പ്ലാങ്ക് ഉണ്ടാക്കി ഇനി വീട് പണിയണം. പെട്ടെന്ന് നമ്മളെ ആക്രമിക്കാൻ കുറേ പേര് വരും കേട്ടോ. നമ്മളതെല്ലാം തരണം ചെയ്യണം. അതാണ് നമ്മുടെ പണി, തരണം ചെയ്യണം. അപ്പം നമ്മൾ പ്ലാങ്ക് എടുത്തിട്ട് നമ്മൾ ഇൻവെൻ്ററിയിലോട്ട് വയ്ക്കും. അവിടെ ചേട്ടാ മോബ്സൊക്കെ വരാൻ തുടങ്ങിയല്ലോ. നമുക്ക് പെട്ടെന്നെങ്കിൽ ഇതൊന്ന് ചെയ്യണം. ഇത് നമ്മളെ വന്ന് വെട്ടിക്കൊല്ലുമാർ. വെട്ടിക്കൊല്ലത്തില്ല. പിന്നെ പോകുന്നതാണ് നിങ്ങൾ കണ്ടത് അവിടെ ആയിട്ട് അങ്ങ് വെള്ളത്തിൻ്റെ അവിടെ, അതാണ് സ്കെലിറ്റൻ. അവന് നമ്മളെ ദൂരെ നിന്നാണേലും നമ്മളെ നേരെ ഉന്നം പിടിച്ച് അമ്പ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ സോംബി. നമ്മളിവനെ അടിക്കാനാണ് നോക്കുന്നത്, പക്ഷേ എന്നാന്നറിയത്തില്ല, എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഉയ്യോ, എന്നെ കൊന്നു ചത്തു. എനിക്ക് പേടിയാവുന്നേ, എൻ്റെ പൊന്നോ, ഈ പേടിയാവുന്ന ഗൈസ്. റീസ്പോൺ ചെയ്യണം. ഉയ്യോ, പെട്ടുപോയല്ലോ ഗൈസ്. നമുക്ക് പെട്ടെന്ന് അതെ അവനാണ് സ്കെൽറ്റൻ. ഉയ്യോ, ഇതേ കൊണ്ട് നമുക്കിട്ട് ആരോ കൊണ്ട് സോംബി ചാടാം.
നമ്മുടെ സാധനം എല്ലാം തിരികെടി. പിന്നെ നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ വന്ന് മരിച്ച സ്ഥലത്ത് നിന്ന് നമ്മുടെ സാധനം എടുക്കണം. നിനക്ക് വലിയ സൂക്കേടാ അല്ലടാ. നിന്നെ ഇപ്പോൾ വെട്ടിക്കൊല്ലൂടാ ഞാൻ. വെട്ടിക്കൊല്ലൂടാ. ചത്ത് സമാനെ. എനിക്ക് പേടിയാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഡേർട്ട് വെച്ചാണ് ഫില്ല് ചെയ്യുന്നത്. എനിക്ക് വല്ലാതെ പേടിയായി. വേണ്ട ആ വലിയ നീണ്ട കൈ ഒരു കറുത്ത ദേഹവും വെച്ചോണ്ട് ഒരുത്തൻ പോയില്ലേ, അവനാണ് എൻ്റർമാൻ. അവനെ നമ്മുടെ അടുത്തോട്ട് ടെലിപ്പോർട്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഒരിക്കലും മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോഴത്തേന് അവൻ്റെ കണ്ണിലോട്ട് നോക്കല്ല്. കണ്ണിലോട്ട് നോക്കിയാൽ ഉണ്ടല്ലോ നിങ്ങൾ തീരും. ഉള്ള കാര്യം പറയാം. കണ്ണിലോട്ട് നോക്കിയാൽ നിങ്ങളെ അവൻ വെച്ചേക്കില്ല, കൊല്ലുമോ നിങ്ങളെ. അപ്പം നമ്മൾ ബെഡിൽ കിടക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ രാവിലെയിലോട്ട് പോകണം. ഇനി നമുക്ക് ഈ ഡേർട്ടെല്ലാം അയ്യോതേ നിനക്ക് നീ ആരോടെ കളിക്കുന്നതെന്ന് വിചാരിച്ചോ? ഭാവിയിലെ സർവൈവൽ പ്ലെയറാണോ ഞാൻ? ഭാവിയിൽ ചത്തില്ലേ? അഹങ്കാരം കഴിഞ്ഞു. നമുക്ക് ഇച്ചിരി ഭക്ഷണം കഴിക്കാം. പശുവൊക്കെ നമ്മുടെ വീട്ടിൽ കയറുന്നു. എന്നെ വെച്ചേക്കത്തില്ല. ഇറങ്ങിപ്പോ. നീ വന്നേക്കുന്ന വലിയ ആൾ കളിച്ച്. അതാണ് ആരോ, പിന്നെ അതാണ് ബോണ്. നമ്മൾ ഈ ബോണൊക്കെ വെച്ച് ബോൺ മീൽ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് കാണിക്കുന്നതാണ്. നമ്മളിപ്പം മോൺസ്റ്റർ ഹണ്ടർ അല്ല, നമ്മളിപ്പോൾ ഒരു ഷെൽട്ടർ ബിൽഡറാണ്. പശു ഇപ്പോഴും ഇവിടെ നിന്നൊന്നും പോയിട്ടില്ലല്ലേ? നമുക്ക് പശുവിനെ സെറ്റാക്കാം. ഇതന്നെ ഇങ്ങനെ പോണേ. അപ്പം പിന്നെ പോവായിരിക്കുമല്ലേ? നമുക്കൊന്ന് തൊട്ട് നോക്കാം. പോടാ എടാ പോടാ. പോത്തില്ലെന്ന് തോന്നുന്നു. നമ്മളതിൻ്റെ മണ്ടയിൽ കൂടെ കയറിയിട്ടും പോകുന്നില്ല. എനിക്ക് വയ്യത്. ഇനി നമുക്ക് മൈൻഡ് ചെയ്യണം. മൈൻഡ് ചെയ്ത് കോള് കിട്ടുവാണെങ്കിൽ ഭാഗ്യമുണ്ട്, അയൺ കിട്ടുവാണെങ്കിൽ അതിലും ഭാഗ്യമുണ്ട്. പക്ഷേ അയണൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കഷ്ടപ്പാടാണ്. നമുക്ക് നമ്മുടെ വീടിൻ്റെ പണി പൂർത്തിയാക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ പോയി ചത്ത് കിടക്കും ഏതെങ്കിലും കുറ്റിക്കാട്ടി. ചിക്കൻ സാറ് നിൽക്കുന്നു. കോഴി ഒരു ഡേറ്റ അവിടെ കിടക്കുന്നു. നല്ല പൂക്കളല്ലേ? നിങ്ങൾ ഈ പൂക്കളെക്കുറിച്ച് എന്തൊക്കെ പറയുന്നു? കൊള്ളാമെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേര്. പിന്നെ നിങ്ങൾ കോഴീനെ കൊല്ലുമ്പോൾ നിങ്ങൾക്ക് ഫെദർ കിട്ടും കേട്ടോ. പിന്നെ സ്പൈഡറിനെ കൊല്ലുവാണെങ്കിൽ സ്ട്രിങ് കിട്ടും. ഈ സ്ട്രിങ് ഒക്കെ വെച്ച് നമുക്ക് വേണേൽ ബെഡ് പണിയാം. അങ്ങനെയൊന്നും ഞാൻ നോക്കിയിട്ടില്ല, നോക്കണം. പിന്നെ ഇതിൽ ക്രീപ്പർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് നമ്മളെ കാണുമ്പോഴോ അല്ലെ നമ്മുടെ അടുത്തോട്ട് വരും, അല്ലെ നമ്മൾ അതിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേനുണ്ടല്ലോ ഈ സാധനം അടുത്ത് വന്നിട്ട് പൊട്ടിത്തെറിക്കും. മാറിപ്പോടാ, എൻ്റെ വീടാ. നമ്മുടെ അടുത്ത് വന്നിട്ട് ഒറ്റ പൊട്ടിത്തെറിയുക. നമ്മൾ കാണത്തില്ല. ചിലപ്പോൾ നമ്മൾ വൈൻ ചെയ്യുന്നതിനിടയ്ക്ക് ഒന്ന് പുറകെ വന്നിട്ട് ടപേ എന്ന് പറഞ്ഞ ഒറ്റ പൊട്ട്. ആ ഭാഗത്തെ ഫുള്ള് ബ്ലോക്കും പൊട്ടും. മാറിയാൽ നിൽക്കുന്നെങ്കിൽ നമ്മൾ ഇച്ചിരി ലൈഫൊക്കെ രക്ഷപ്പെടും. അതാ നമ്മൾ എന്നാ പറയുക, നമ്മൾ ചിലപ്പം അവിടെ അതിൻ്റെ അടിയിൽ നമ്മൾ മൈൻഡ് ചെയ്യുന്നതിൻ്റെ അടിയിൽ കേവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്തോട്ട് പെട്ടു. കയറണമെങ്കിൽ നമ്മുടെ റിസോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പെടും. നമ്മൾ തടി വീണ്ടും ഒന്ന് മുറിക്കാൻ പോകണം. നമുക്ക് പ്ലാങ്കിൻ്റെ ആവശ്യമുണ്ട് ഗൈസ്. പിന്നെ നിങ്ങൾ കളിക്കുന്നതിൽ മൈൻക്രാഫ്റ്റ് പ്ലേയേഴ്സ് ഇഷ്ടമുള്ളവരാരാന്നൊന്ന് പറയണേ. എനിക്ക് ഈ ഗെയിം ഭയങ്കര ഇഷ്ടമാണ്. എന്നാന്നറിയത്തില്ല, പണ്ടെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഗെയിമായിരുന്നു ഈ ഒരു ഗെയിം. ഇപ്പോൾ എന്നാന്നറിയത്തില്ല, ഭയങ്കര ഇഷ്ടമാണ് ഈ ഗെയിമൊക്കെ കളിക്കാൻ. നമുക്ക് വീട്ടിൽ കയറാം. നമുക്ക് നമ്മളിനി പ്ലാങ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്ലാബിൽ നിന്നാണ് തപ്പുന്നത്, പക്ഷേ ഇല്ല, കിട്ടുന്നില്ല. എൻ്റെ പേരിനി അതല്ലേന്നാണ് എനിക്ക് ഡൗട്ട് അടിക്കുന്നത്. ചിലപ്പം ഞാൻ തെറ്റിച്ചായിരിക്കും പേര് കൊടുത്തേക്കുന്നത്. അതിന് നമുക്കത് നോക്കാൻ സമയമില്ല.
നമുക്കിനി ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടില്ലേ ആ പച്ച കളറിലെ ചെസ്റ്റ് മണ്ടയിൽ, അതാണ് എന്നാ റിസോഴ്സിൻ്റെ. നമുക്ക് ഇപ്പോൾ അറിയത്തില്ലെങ്കിൽ പുതുതായിട്ട് വരുന്നവരാണെങ്കിൽ അത് നോക്കി അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. എനിക്ക് വലുതായിട്ട് വലിയ ധാരണയൊന്നുമില്ല, പിന്നെ എനിക്ക് വലുതായിട്ട് ഉണ്ടാക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ പുതിയതാണെന്ന് പറഞ്ഞല്ലോ. ഞാനും ആദ്യമായിട്ടൊക്കെ വരുന്നതാണ്, ഞാനൊരു ബിഗിനറാണ്. പിന്നെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നമ്മുടെ വിൻഡോ ആണ് ഞാൻ അറിയാൻ മൂടിപ്പോയത്. കാരണം ഇപ്പം നമ്മുടെ കയ്യിൽ സാൻഡില്ല. സാൻഡ് എടുത്തിട്ട് ഇനി പോയി നമ്മൾ കോബിൾ സ്റ്റോൺ വെട്ടണം. കോബിൾ സ്റ്റോൺ പോയി മൈൻ ചെയ്യണം. കോബിൾ സ്റ്റോൺ മൈൻ ചെയ്തിട്ട് വേണം നമുക്ക് ഫർണേസ് ഉണ്ടാക്കാൻ. ഫർണേസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കോള് കണ്ടുപിടിക്കണം. കോള് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ എന്നാ സാൻഡും അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നമുക്ക് ഗ്ലാസ് ഉണ്ടാക്കണം. സാൻഡ് നമ്മുടെ ഏരിയയിലുണ്ട്, സാൻഡൊക്കെ വിട്. പക്ഷേ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫർണേസ് എടുക്കാൻ കോബിൾ സ്റ്റോൺ ആക്കി നമുക്ക് സെറ്റാക്കാം. താഴോട്ടൊന്ന് മൈൻ ചെയ്താൽ മതി. പക്ഷേ കോള് കിട്ടണമെങ്കിൽ നമുക്കറിയാൻ പറ്റത്തില്ല എവിടെ ആയിരിക്കും കാണുന്നതെന്ന്. ഒരു ഊഹം വെച്ച് പറയുകയാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും. നമുക്കൊന്ന് പോയി നോക്കണം. നമ്മളിപ്പോൾ നോക്കാനായിട്ടാണ് പോകുന്നത്. ഇവിടെ ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്നു, ഇവിടെ മൈനിങ് പോലുണ്ട്. ഇതായിരിക്കും നമ്മുടെ മൈനിങ് ഏരിയ. നമ്മൾ ഇനി തൊട്ട് മൈനിങ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആ കുഴിക്കകത്തോട്ട് പോയായിരിക്കും. അവിടെ കോളുണ്ടോയെന്നൊരു സംശയമില്ലാതില്ല. അത് കോളാണോ? അല്ലല്ല, ദൂരെ നോക്കിയപ്പോൾ കോള് പോലെ. ഗൈസ്, നമ്മൾ അയൺ കണ്ടുപിടിച്ച്. പക്ഷേ നമ്മുടെ ഈ തടിപ്പിക്കാക്സ് കൊണ്ട് അയൺ കുഴിച്ച് കഴിഞ്ഞാൽ അത് വെറുതെ പോകും. നമുക്ക് ഉപയോഗിക്കാനും പറ്റത്തില്ല, അതെവിടെയും പോയി കിടക്കുകയും ചെയ്യും. നമ്മുടെ പിക്കാക്സ് പൊട്ടിയിട്ടുണ്ട്. പിക്കാക്സ് പൊട്ടിയെന്ന് പറഞ്ഞ് ഒറ്റെണ്ണം പോലും അയ്യോ എൻ്റെ പിക്കാക്സ് പോയി എനിക്ക് ഉണ്ടാക്കാൻ വയ്യെന്ന് പറഞ്ഞ് മടി പിടിച്ചിരിക്കല്. പിക്കാക്സ് ഉണ്ടാക്കി കോബിൾ സ്റ്റോൺ വെട്ടിയാണെങ്കിൽ കോബിൾ സ്റ്റോൺ ഇച്ചിരിയും കൂടെ ദീർഘായുസ് കാണും. അപ്പം കോബിൾ സ്റ്റോൺ വെട്ടി നിങ്ങൾ കോബിൾ സ്റ്റോൺ വെച്ച് ഉള്ള പിക്കാക്സ്, സ്വോർഡ് ഇതൊക്കെ ചെക്ക് ചെയ്യുക. കാരണം കോബിൾ സ്റ്റോൺ വെച്ചുള്ള സ്വോർഡാണെങ്കിൽ ഒറ്റ വെട്ടിന് കോഴിയൊക്കെ ചത്തുപോകും. ഉള്ള കാര്യം പറയുക. നമ്മൾ ഇവിടുത്തെ പണിയൊന്ന് തീർക്കുവാണ്. ഇപ്പോൾ കുഴിപ്പണി. ഗ്രേവലൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കിനി അടുത്തവണ ഗ്രേവലൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്യാനുണ്ട് ഒരു സ്ഥലം. നമ്മുടെ വീടിൻ്റെ അടി ഒരു അണ്ടർഗ്രൗണ്ട് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കാം നമുക്ക്. അത് കോളല്ലേ? ഇപ്പം ഞാൻ കോള് കിട്ടുന്നില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ കോളൊക്കെ വെട്ടി ഫർണേഴ്സൊക്കെ ചെക്ക് ചെയ്യാം ഗൈസ്. വിട്ടോ. നമ്മളിപ്പം കോഴി കഴിക്കാൻ പോകണം. കാരണം നമ്മൾ കഴിക്കുന്നതിനനുസരിച്ച് കൂടുന്നേ. നമ്മളിപ്പോൾ വീട്ടിൽ കയറി ഞാൻ ഉറങ്ങാനായിട്ടാണ് നോക്കുന്നത്. പക്ഷേ എനിക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റുള്ളൂ. രാത്രിയിൽ അല്ലെങ്കിൽ ഭയങ്കര മഴയൊക്കെ പെയ്യുന്ന സമയത്ത്. അതുകൊണ്ടോ കോബിൾ സ്റ്റോൺ പിക്കാക്സ്, കോബിൾ സ്റ്റോൺ ആക്സ്, പിന്നെ വുഡൻ ആക്സിൻ്റെ ഇപ്പുറത്തിരിക്കുന്നതാണ് നമ്മുടെ കോബിൾ സ്റ്റോൺ സ്പിയർ. ഞാൻ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല, പുതുതായിട്ട് വന്നെങ്ങാണ്ടാണ്. ഞാൻ പിന്നെ ഹെൽമെറ്റ് ഉണ്ടാക്കി ലെതറിൻ്റെ. ഞാൻ പറഞ്ഞില്ലേ ലെതർ വെച്ച് ആർമർ ഉണ്ടാക്കുന്നു. അങ്ങനെ ഉണ്ടാക്കിയാണ് ആർമർ. നമ്മൾ ഉറങ്ങി എഴുന്നേറ്റു. ഇപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ദിവസം എന്നല്ലേ? മൂന്നാമത്തെ ദിവസം കണ്ടേ. നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ, വിശക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഐലൻഡൊക്കെ അപ്പുറത്തെ ഐലൻഡ് പോയി എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഒരു കോഴി ഓടിക്കളിക്കുന്നു. നമ്മൾ നമ്മുടെ അപ്പുറത്തെ ഐലൻഡ് ഒന്നും നമ്മൾ പോയി എക്സ്പ്ലോർ ഒന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞില്ല ഒറ്റ വെട്ടിന് വെട്ടാന്ന്. പോയി എക്സ്പ്ലോർ ഒന്നും ചെയ്തില്ലല്ലോ. നമ്മളിപ്പോൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോണ്. വലിയായിട്ട് പോയി. ഇത് നമ്മൾ മുമ്പേ വന്ന വഴിയല്ലേ? ഞാൻ നിങ്ങളെ XP ആണെന്നൊക്കെ പറഞ്ഞ എന്തൊരു കഷ്ടമാണെന്ന് എനിക്കിതിഷ്ടമല്ല.
ഇനി അടുത്ത തവണ വരുമ്പോഴത്തേന് ഇത് മൂടണം, അല്ല ഞാൻ ഇതിൻ്റെ അത് വീണ്ടും വീണ്ടും വീണുകൊണ്ടിരിക്കും. ഇത് ഒരു പന്നി, അതാണ് പന്നി സാർ. ഇവൻ വലുതായിട്ടൊന്നും പ്രൊഡ്യൂസ് ചെയ്തില്ല, ഇവൻ ഭക്ഷണം മാത്രം പ്രൊഡ്യൂസ് ചെയ്യും. നമുക്കങ്ങനെ എക്സ്പി കിട്ടി. അയ്യോ ഇപ്പോൾ വീണേനെ. നമ്മളപ്പോൾ പെട്ടെന്ന് നോക്കുവാണ്, വേണ്ടൊരു പന്നി സാറ് നമുക്കിപ്പോൾ ആവശ്യത്തിനുണ്ട്. നമ്മളീ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ പറ്റുവാണെങ്കിൽ നമ്മളൊരു സാധനമുണ്ട്, മിന്നാമിനിങ് ഒരു കൂടിൻ്റെ അകത്ത്. അതെ ഇത് തന്നെ മിന്നാമിനിങ്. ഇങ്ങനെ വയ്ക്കും, രാത്രി ആകുമ്പോഴത്തേക്കും നമുക്ക് ടോർച്ചിൻ്റെ ആവശ്യമില്ല, ഇത് പ്രൊഡ്യൂസ് ചെയ്തോളൂ. അപ്പോൾ താഴെ പോയെന്നാണ് നോക്കുന്നത്. രാത്രി ആകുമ്പോഴത്തേന് കണ്ടോണം തിളങ്ങി നിൽക്കും. ഒരു പശു. അപ്പോൾ മണ്ട കറട്ടെ, എനിക്കിനി വയ്യ, ഇനി വെള്ളത്തിൽ ഇറങ്ങിപ്പോയി എടുക്കാൻ. കയറി വാടാ മുത്തേ, വാ വാ. മണ്ടലോട്ട് കയറിയിട്ടുണ്ട്. 2 വെട്ടിന് ചിലപ്പോൾ ഇവൻ തീരുമായിരിക്കും. 3 വെട്ടാ തീർന്നത്. നമുക്ക് 2 ലെതർ കിട്ടി. നമ്മൾ വലിയ ജമ്പർ ആയി. ഇതേ ഒരു പശുവും കൂടെ, അവനെയും കൂടെ വെട്ടാം. 1 2 3. ഓക്കെ സുഖം. നമുക്ക് ബീഫ് കിട്ടി, ലെതറും കിട്ടി. ഇനി നമുക്ക് ഇതേണ്ട ഷീപ്പ്. ഇനി ഷീപ്പ് സാറിനെയും കൂടെ വെട്ടിയേക്കാം. ഷീപ്പേ. ഞാൻ വിചാരിച്ചാൽ അവൻ കുഴിയിലോട്ട് പോയെന്ന്. ഒരു പശു, അവനെയും കൂടെ വെട്ടിയേക്കാം. സുഖമല്ല മച്ചാനെ. നമുക്ക് XP എടുക്കണം. XP നമുക്ക് ഭാവിയിൽ ഉപകാരപ്പെടും. ഞാൻ ഇപ്പോഴേ പറയാണ്, XP നമുക്ക് ഭാവിയിൽ ഉപകാരപ്പെടും. ചാടി നമ്മൾ അങ്ങോട്ട് പോകണം. ഇതങ്ങോട്ടാ, അങ്ങോട്ട്. അത് തന്നെ. കയറ്. സ്വാൻ്റെ നയിപ്പ്. സാൻഡ് ഉദ്ദേശിച്ചത് സ്വാൻ്റെ അല്ല, സാൻഡാണ് ഉദ്ദേശിച്ചത് ഞാൻ. നമുക്കിനി ഇത് ഫയർഫ്ലൈ ബുഷ്, ഇതാണല്ലോ അതിൻ്റെ പേര്. നമുക്കിനി ഇത് ഇവിടെ നമ്മുടെ വീടിന് ചുറ്റും പ്ലേസ് ചെയ്യാം. ചിലപ്പം മോപ്സ് ഒന്നും വരത്തില്ലായിരിക്കും. നല്ല പൂവല്ലേ. ഇനി ഇതും കൂടി ഇവിടെ പ്ലേസ് ചെയ്യാം. ഇതാണ് ലാസ്റ്റ്. ഓക്കെ, ഇതിനെ കൊല്ലാം. കണ്ടോ, ഒറ്റ അടിക്കൊന്നു. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വലുതായിട്ട് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടപ്പുറത്തായി ബെല്ലൈക്കൺ കാണും. അതിൽ ഓൾ ഓപ്ഷൻ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ എപ്പോഴും അയക്കുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ കാണും. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് എല്ലാം കാണാം. ഓക്കെ, ബൈ.